മധ്യപൂർവേഷ്യൻ സംഘർഷത്തിൽ പാർലമെന്റിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. സംഘർഷത്തിൽ ആശങ്കയുണ്ടെന്നും ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്കായി പ്രതിജ്ഞാബദ്ധമെന്നും എസ് ജയശങ്കർ പറഞ്ഞു. വിഷയത്തിൽ പ്രസ്താവനയല്ല ചർച്ചയാണ് വേണ്ടതെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധിച്ചു. രാജ്യസഭയിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ലോക്സഭയിലും ബഹളത്തെ തുടർന്ന് നടപടികൾ തടസ്സപ്പെട്ടു. മധ്യപൂർവേഷ്യൻ സംഘർഷത്തിൽ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിലെ ആദ്യ ദിവസം തന്നെ പാർലമെന്റ് പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പ്രക്ഷുബ്ധമായി. സംഘർഷത്തിൽ ഇന്ത്യയ്ക്ക് ആശങ്കയുണ്ടെന്ന് പ്രസ്താവനയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. പ്രശ്നങ്ങൾ ചർച്ചയിലൂടെയും നയതന്ത്രത്തിലൂടെയും പരിഹരിക്കണം. ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്കും രാജ്യത്തെ ഊർജ്ജ സുരക്ഷയ്ക്കുമാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നത് എന്നും വിദേശകാര്യമന്ത്രി. The CCS was concerned over the safety and security of the Indian community in the region. വിഷയത്തിൽ പ്രസ്താവനയല്ല ചർച്ചയാണ് വേണ്ടത് എന്നാവശ്യപ്പെട്ട് രാജ്യസഭയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. മധ്യപൂർവേഷ്യയിലെ സംഘർഷം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസുകൾ തള്ളിയതിനെതിരായ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയാണ് ലോക്സഭയിൽ മന്ത്രി പ്രസ്താവന നടത്തിയത്. പ്രതിപക്ഷാംഗങ്ങൾ പ്ലക്കാർഡുകളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. പ്രതിപക്ഷത്തിനെതിരെ കടുത്ത വിമർശനവുമായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു രംഗത്തുവന്നു. പ്രധാനമന്ത്രി വിട്ടുവീഴ്ച ചെയ്യുന്നുവെന്ന കാര്യങ്ങൾ പുറത്തുവരുന്നതിനാൽ ഭരണപക്ഷം ചർച്ച ആഗ്രഹിക്കുന്നില്ല എന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സ്പീക്കർ ഓം ബിർളയ്ക്കെതിരായ അവിശ്വാസ പ്രമേയം ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചില്ല. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.